ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അല്ല, ഇതൊരു ബിഗ് സിറ്റിയാണ്. ആ സിറ്റീൻ്റെ ഒരു ഉള്ളിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്, ഇപ്പോൾ കാണുന്നത്. നമ്മൾ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റീൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫുള്ളായിട്ട് കാണുക. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലുള്ള ആർ.ടി. നഗറിൽ നിന്നും യശ്വന്തപുരത്തേക്ക് പോവാണ്. കാണാം എന്തൊക്കെ വിശേഷങ്ങളാണെന്ന്. അപ്പോൾ അവിടത്തേക്ക് പോകുമ്പോൾ ഈ എയർപോർട്ട് റോഡ് കഴിഞ്ഞ് പോകണം നമുക്ക് പോകാൻ. ഇത് എയർപോർട്ട് റോഡാണ്. ഒരു 200 മീറ്റർ നമ്മൾ എയർപോർട്ടിലേക്ക് കൂടി യാത്ര ചെയ്ത് മേക്രി സർക്കിൾ എന്ന ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കൂടി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് പോകാൻ. ലെഫ്റ്റ് എടുത്താൽ ശിവാജി നഗറിലേക്കാണ് പോവുക. അപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലുണ്ട് ഇവിടെ. കാരണം ഹെവി ട്രാഫിക്കാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് അനുഭവപ്പെടുക എപ്പോഴും. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് ശിവാജി നഗറിലേക്ക്, റൈറ്റിലേക്ക് പോകുന്നത് തുംകൂർ റോഡ്, യശ്വന്ത്പുര, അങ്ങനെ പോകാം. മെജസ്റ്റിക്കിലേക്കും മൈസൂർ റോഡിലേക്കും ആ റോഡിൽ നിന്ന് ടേൺ ചെയ്ത് ലെഫ്റ്റിലേക്ക് പോയാൽ പോകാം. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ട്രാഫിക് സിഗ്നൽ വീണു. അപ്പോൾ ഒരു 2 സെക്കൻഡ് 2 മിനിറ്റോളം നമ്മളിവിടെ നിൽക്കേണ്ടതുണ്ട്. പക്ഷെ ആ വീഡിയോസ് ഞാൻ എടുത്തില്ല. കാരണം സ്റ്റാൻഡിങ് വീഡിയോസ് ഭയങ്കര ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു റോഡിലേക്ക് കൂടി തുംകൂർ റോഡിലേക്ക് യാത്ര പോവുകയാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആരണ്യഭവൻ ലെഫ്റ്റ് സൈഡിലുണ്ട്. അനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ ഒരു C.V. രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടും കാണാൻ പറ്റും. അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് നല്ലൊരു ഫോറസ്റ്റ് ടൈപ്പ് ഏരിയ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നല്ലൊരു കൂൾ ഏരിയ. ഇതാണ് ബാംഗ്ലൂരിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. റോഡിലേക്ക് പടർന്ന് പന്തലിച്ച കുറേയേറെ മരങ്ങളാണ് നമ്മൾ ഈ റോഡിലൂടെ കാണുന്നത്. സദാശിവ നഗറാണ് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ളത് അത് കൺഫ്യൂഷൻ ചെയ്താണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് നമുക്ക് സഞ്ജയ് നഗർ എന്നൊക്കെ പറയാം. RMBS എക്സ്ചേഞ്ച് എല്ലാം സഞ്ജയ് നഗറിലേക്ക് വരുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ BEL പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു സിഗ്നലിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അത് കടന്നതെന്ന് വിചാരിക്കുന്നു. സിഗ്നലിൽ പാസ്സായി. അങ്ങനെ നമ്മൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെഫ്റ്റിലും IISc റൈറ്റിലും നമുക്ക് കാണാൻ കഴിയും. അതും ഈ ഒരു നല്ലൊരു ഗ്രീനറി ഉള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ ചെറിയൊരു മഴക്കാറുണ്ട്, അതാണ് ഇങ്ങനെ ഒരു ഗ്ലൂമിയായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. യശ്വന്തപുരത്ത് എന്ന് പറയുന്നത് ഒരു മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും പിന്നെ നാഷണൽ ഹൈവേ എല്ലാം ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു യശ്വന്ത്പുര. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ചെറിയൊരു ട്രാഫിക്കിലേക്ക് കൂടി. ഇനി വരുന്നത് IISc ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലും മല്ലേശ്വരം അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാം. മെജസ്റ്റിക്കിലേക്കും പോവാം. പിന്നെ ഇതാണ് തുംകൂർ റോഡ്. അപ്പോൾ ഇത് ഒരു 10 വർഷം മുന്നേ നല്ല ട്രാഫിക്കുള്ള ഏരിയ ആയിരുന്നു. ഇവിടെ ഒരു ഈ ഒരു ഫ്ലൈ ഓവർ നല്ലതായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചത് കൊണ്ട് ഒരു ട്രാഫിക്കിന് വളരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിൽപ്പില്ല അവിടെ. അതേപോലെ തന്നെ ഈ ഒരു യശ്വന്തപുരത്ത് ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. അതോടൊപ്പം വളരെ കുറവുള്ള ട്രാഫിക് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ ഒരു സമയത്ത് എല്ലാ ടൈമിലും ട്രാഫിക് ഉണ്ടാകുന്നത് കാരണം ആ ഒരു മെട്രോൻ്റെ നമ്മൾ പോകുന്ന റൂട്ടിൽ ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ടാണ്. ആ ഒരു ചെറിയൊരു മെട്രോ വന്നതിന് ശേഷം ആ റോഡ് വൈഡൻ ചെയ്തില്ല. അതൊരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ട്രാഫിക് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ യശ്വന്തപുരത്തേക്കുള്ള യാത്രയാണ് മത്തിക്കര സൈഡിലേക്ക്.
ഇവിടെയൊക്കെ മലയാളികൾ കൂടുതൽ വസിക്കുന്ന ഏരിയ കൂടിയാണ് ഈ ഒരു യശ്വന്ത്പുര മത്തിക്കര ഏരിയ. റൈറ്റ് സൈഡിലാണ് മത്തിക്കര എന്ന ഒരു സ്ഥലം വരുന്നത്. ഈ മല്ലേശ്വരം ഭാഗത്തുള്ള നന്നായി കന്നഡക്കാർ കൂടുതലുള്ള ഏരിയ കൂടിയാണ്. അതിൻ്റെ ഒരു പൈതൃക സംസ്കാരമുള്ള ഒരു ഏരിയയാണ്. അങ്ങനെയാണ്. അതിൻ്റെ അടിയിലാണ് യശ്വന്ത്പുരം ജംഗ്ഷൻ ഉള്ളത്. അത് മേലെ കൂടെ ഫ്ലൈ ഓവറിലൊക്കെ കൊണ്ട് നമ്മൾ ട്രാഫിക് ഇല്ലാണ്ട് പോകുന്നു, ഇല്ലെങ്കിൽ സിഗ്നലിൽ കൊടുക്കണം. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ട ബിൽഡിംഗ് ആണ് BMTC ബസ് സ്റ്റാൻഡ്. അതിൻ്റെ മുകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ട്. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. ജസ്റ്റ് ആളെ ഇറക്കി കയറ്റി പോകുക എന്നത് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ യശ്വന്ത്പുരത്തുള്ള കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണ്. മെയിൻലി ഇവിടെയുള്ളത് നമ്മുടെ ബ്രിഗേഡ് ടവേഴ്സാണ്. ബ്രിഗേഡിൻ്റെ ബിൽഡിങ് തന്നെയാണ് കൂടുതലും ഇവിടെ കാണുന്നത്. ബിസിനസ് ടവേഴ്സും ഇവിടെ കാണാൻ പറ്റും, ബ്രിഗേഡ് ടവർ. അത് പക്ഷേ നമ്മൾ ഈ ഒരു മുന്നിലുള്ള ടവർ കണ്ടുകൊണ്ട് കാണുന്നില്ല. ഈ ഒരു മുന്നിലേക്ക് കണ്ടതാണ് യശ്വന്ത്പുര സെൻട്രൽ സോപ്പ് ഫാക്ടറി മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം. ഈ ഒരു ജംഗ്ഷനിൽ എപ്പോഴും ട്രാഫിക് ഉണ്ടാകും. കാരണം ഇവിടെ നിന്ന് ഈ ഒരു ചെറിയൊരു ജംഗ്ഷൻ ആണ് ഈ ഒരു ട്രാഫിക്കിന് കാരണമാകുന്നത്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ കുടുങ്ങി പോകുന്നുണ്ട് കുറേയേറെ വെഹിക്കിൾ. അതുകൊണ്ട് മാത്രം യശ്വന്ത്പുരത്ത് ഇപ്പോൾ ട്രാഫിക് ഉണ്ട്. ഈ ഒരു മെട്രോ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഇവിടെയാണ് ഈ ഒരു മരത്തിൻ്റെ അപ്പുറത്താണ്. നമ്മൾ മരത്തിൻ്റെ കവറിങ്ങുള്ളതുകൊണ്ടാണ് നമുക്ക് ഓറിയൻ മാൾ കാണാൻ പറ്റാത്തത്, ബിഗ് മാളുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ റൈറ്റിലേക്ക് എടുത്ത് ഇവിടെ നമുക്ക് ടോണിക്കിൻ്റെ ഷോപ്സ് എല്ലാം കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് രാജ്കുമാർ റോഡിലേക്കാണ്. ഇവിടെ എന്ന് വെച്ചാൽ മെട്രോ പോകുന്ന റൂട്ട് കൂടിയാണിത്. പിന്നെ ഇന്നൊന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുള്ളത്. പ്രസിദ്ധമായ ആ ക്ഷേത്രത്തിൻ്റെ പേര് ഇപ്പോൾ നമുക്ക് മറന്നു പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ഒരു ട്രാഫിക് കുറച്ച് കൂടുതൽ ആൾക്കാരിലും കുറച്ചുണ്ട്. ഇതാണ് ഈ ഒരു മെട്രോ സ്ട്രക്ചേഴ്സ്. റോഡ് ഓവർകം ചെയ്യുമ്പോൾ 2 പില്ലറിന്മേൽ ബീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രിഡ്ജ് കടന്നു പോകുന്ന ഒരു സംഭവം. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് അധികം പോകേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ നിന്ന് യൂട്ടേൺ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓറിയൻ മാളും അതിൻ്റെ ഒരു ടെമ്പിളില്ലേ, ഇവിടെ നിന്ന് നമ്മൾ യൂട്ടേൺ എടുക്കാം. അതും കണ്ട ശേഷം നമുക്കൊന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ചു പോകാം. അപ്പോൾ നല്ലൊരു വ്യൂസ് തന്നെയാണ് മെട്രോ നമുക്ക് തരുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ 2 പാലമുണ്ട്. ഒന്ന് ഇവിടത്തും വരെ ഉള്ളൂ, ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. എന്ത് സംഭവം എന്നൊക്കെ മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് പണി കഴിച്ച ആളോട് ചോദിക്കണം, എന്താ അങ്ങനെ 2 കഷ്ണങ്ങളാക്കി വെച്ചത്. ഒന്നിലേക്ക് മര്യാദയ്ക്ക് പോകുന്നുണ്ട്, ഒന്നിലേക്ക് പോകുന്നില്ല. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് നല്ല കളർഫുൾ പില്ലറിൻ്റെ അടിയിലേക്കൂടി, മെട്രോൻ്റെ അടിയിലേക്കൂടി. ഇതാണ് സെൻട്രൽ സോപ്പ് ഫാക്ടറി മെട്രോ സ്റ്റേഷൻ യശ്വന്ത്പുര. ഒരു നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണ്. അത് നല്ല കളർഫുള്ളായി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഓഫീസസ് ബിൽഡിങ്. അപ്പോൾ നമുക്കൊന്ന് പെട്രോൾ അടിക്കണം. കുറച്ച് മുന്നിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ അതുവരെയുള്ളൂ ഈ വീഡിയോ. എന്നിരുന്നാലും റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ നോർത്ത് കർണാടകയിലേക്ക് പോകുന്ന റൂട്ടാണിത്. അതായത് ഷിമോഗ അങ്ങനെ പോകാം, ദാവൺഗരെ എല്ലാം പോകുന്ന റോഡ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു റൂട്ട് ഇതിലേക്കൂടി നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നല്ല രസം ഈ റൂട്ട് നമുക്ക് അനുഭവപ്പെടും. ഇതാണ് നമ്മുടെ
റൈറ്റ് സൈഡിൽ കാണുന്നതാണ് യശോദൂര റെയിൽവേ സ്റ്റേഷൻ. വളരെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. പലതരം കാഴ്ചകളുണ്ട്. കുറേയേറെ ബിൽഡിങ്ങൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ചെറിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ, ഒരു 10 വർഷങ്ങൾക്കുള്ളിൽ തന്നെ. അപ്പോൾ ഈ റോഡ് നന്നായിട്ട് ഡെവലപ്പായി എന്ന ഈ ഒരു ഏരിയ, റോഡ് മാത്രമല്ല ഏരിയയും കൂടി ഡെവലപ്പായി മെട്രോ വന്നതിന് ശേഷം എന്നൊക്കെ നമുക്ക് അനുമാനിക്കാം. ഇവിടെ തന്നെയാണ് APMC ആട് ഉള്ളത്, മാർക്കറ്റുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്. പിന്നെ പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വരാണ്ട് പുതിയ പുതിയ കാഴ്ചകളുമായി നമ്മളൊന്ന് പെട്രോൾ അടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക. നമ്മൾ പുതിയ കാഴ്ചകൾ നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും. അത് ബാംഗ്ലൂർ സിറ്റിയിലുള്ള തുംകൂർ റോഡിൽ ചെറിയൊരു കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. നല്ല പച്ചപ്പും നല്ല കളർഫുള്ളായ മനുഷ്യനിർമ്മിതമായ ടെക്നോളജിയും വെച്ചിട്ടുള്ള ഒരു വീഡിയോസാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ആ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുന്നു. അപ്പോഴേക്കും പിന്നെയും കാണാം അടുത്ത വീഡിയോസുമായി. പെട്ടെന്ന് തന്നെ ഈ ഒരു ഏരിയയിലുള്ള വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ, ടേക്ക് കെയർ ആൻഡ് subscribe please. Okay, bye bye.